സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ധൈര്യം എത്രത്തോളം വലുതാകാമെന്ന് തെളിയിക്കുന്ന ഒരു ഇതിഹാസ കഥയിലേക്ക് സ്വാഗതം. 16-ാം നൂറ്റാണ്ടിൽ കടത്തനാട്ടിൽ ഒറ്റയ്ക്ക് നൂറുകണക്കിന് അടിമ വ്യാപാരികളെ ഉറുമികൊണ്ട് വെട്ടിവീഴ്ത്തിയ ഒരു യോദ്ധാ സ്ത്രീ. അവളുടെ പേര് പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച. വടക്കൻ പാട്ടുകളിൽ ഇന്നും ഗാനങ്ങളായി ജീവിക്കുന്ന കേരളത്തിൻ്റെ ധീരവനിത. കടത്തനാട് എന്നറിയപ്പെടുന്ന വടകരയ്ക്ക് സമീപമുള്ള പുത്തൂരം വീട് ഒരു യോദ്ധാവ് കുടുംബമായിരുന്നു. അവിടെ ജനിച്ച ഉണ്ണിയാർച്ചയുടെ അച്ഛൻ കണ്ണപ്പ ചേകവർ പ്രശസ്ത കളരി ഗുരുവായിരുന്നു. സഹോദരൻ ആരോമൽ ചേകവർ അക്കാലത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന യോദ്ധാവും. 7 വയസ്സ് മുതലേ ഉണ്ണിയാർച്ചയെ കളരിയിൽ പരിശീലിപ്പിച്ചു. ചെറിയ കൈകളിൽ നിന്ന് വലിയ വാളുകളിലേക്ക് എല്ലാ ആയുധങ്ങളും അവളുടെ ഭാഗമായി മാറി. പക്ഷെ അവളുടെ പ്രിയപ്പെട്ട ആയുധം ഉറുമിയായിരുന്നു. ആ വളയുന്ന വാൾ അവളുടെ കയ്യിൽ ചുഴറ്റുമ്പോൾ ശത്രുക്കൾക്ക് മരണം മാത്രമായിരുന്നു. ഉണ്ണിയാർച്ച സ്വന്തം ഭർത്താവിനെ സ്വയം തന്നെ തിരഞ്ഞെടുത്തു. അത് അക്കാലത്ത് വിരളമായ ഒരു കാര്യമായിരുന്നു. ആറ്റുമണമേൽ കുഞ്ഞിരാമൻ എന്ന കളരി യോദ്ധാവായിരുന്നു അവളുടെ ഭർത്താവ്. ധൈര്യവതിയും സ്വതന്ത്രയുമായ ഉണ്ണിയാർച്ച അന്യായം കണ്ടാൽ ഒരിക്കലും മിണ്ടാതിരിക്കില്ല. അവളുടെ സൗന്ദര്യവും ധൈര്യവും ഒരുമിച്ച് ആളുകളെ ആകർഷിച്ചു. ഒരു ദിവസം ഉണ്ണിയാർച്ചയും ഭർത്താവ് കുഞ്ഞിരാമനും അല്ലിമലർക്കാവിൽ ക്ഷേത്രത്തിൽ കൂത്തു കാണാൻ പോവുകയായിരുന്നു. വഴിയരികിൽ നടപ്പുരത്തെ മാപ്പിള അടിമ വ്യാപാരികൾ അവരെ കണ്ടു. ഉണ്ണിയാർച്ചയുടെ സൗന്ദര്യം അവരെ ആകർഷിച്ചു. അവർ അവളെ അപഹരിക്കാൻ ശ്രമിച്ചു. ഭർത്താവിനോട് ഉണ്ണിയാർച്ച പറഞ്ഞു, "മാറി നിൽക്ക്, ഇവരെ ഞാൻ നോക്കാം." ഉണ്ണിയാർച്ച തൻ്റെ അരയിൽ ചുറ്റിയിരുന്ന ഉറുമി പുറത്തെടുത്തു. നൂറുകണക്കിന് ശത്രുക്കൾക്കെതിരെ ഉറുമി ചുഴറ്റി വെട്ടി വീഴ്ത്തി. രക്തം ചിന്തി, തലകൾ ഉരുണ്ടു. ശത്രുക്കൾ ഭയന്നു പിന്മാറി. മാപ്പിള മൂപ്പൻ പോലും ഭയന്നുപോയി. ഉണ്ണിയാർച്ച തൻ്റെ പേര് പറഞ്ഞു, "ഞാൻ പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച, ആരോമൽ ചേകവരുടെ സഹോദരി." ആ പേര് കേട്ടതും ശത്രുക്കൾക്ക് കൂടുതൽ ഭയം തോന്നി. അവസാനം മൂപ്പൻ ക്ഷമ ചോദിച്ച് സമ്മാനങ്ങൾ നൽകി സമാധാനമുണ്ടാക്കി. ഒരു സ്ത്രീയുടെ ധൈര്യം അന്നൊരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു.